9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങുന്നു. ഡ്രാഗൺ പേടകത്തിനും നിലയത്തിനും ഇടയിലുള്ള കവാടമടക്കൽ പ്രക്രിയയാണ് തുടരുന്നത്. അൺഡോക്കിംഗ് 10:30 പൂർത്തിയാകും. പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 ഭൂമിയിലിറങ്ങും. വിവരങ്ങളുമായി സൗമ്യ കൃഷ്ണ ചേരുന്നു. സൗമ്യ, നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ മലയാളികൾ, നമ്മുടെ പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട്, നമുക്കും പോകണ്ടേ സുനിത വില്യംസിനെ സ്വീകരിക്കാനെന്ന്. ഇന്ത്യൻ വംശജായി എന്നൊരു ഇഷ്ടം കൂടി അക്കാര്യത്തിലുണ്ട്. ഒപ്പം സ്ത്രീ കരുത്താർന്ന സ്ത്രീ എന്നുള്ളൊരു പ്രത്യേകതയും. ഇരുവർക്കും വലിയ സ്വീകരണം ആയിരിക്കും ഒരുക്കുക എന്നറിയാം. എങ്കിലും ഈ അൺഡോക്കിങ്ങുമായിട്ടുള്ള ആ ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്ന് പുറപ്പെടുക തുടങ്ങിയ വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ സൗമ്യ. തീർച്ചയായും മൂർത്തി, ഒരു വലിയ ദൃഢനിശ്ചയത്തിന്റെയും അവരുടെ ഒരു കരുത്തിന്റെയും ഒക്കെ പ്രതീകം കൂടിയാണ്. കാരണം ഒരാഴ്ചത്തെ ദൗത്യത്തിന് വേണ്ടിയാണ് 2024 കഴിഞ്ഞ വർഷം ജൂണിൽ ഈ സുനിത വില്യംസ് സംഘവും അങ്ങോട്ടേക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഇവർ സഞ്ചരിച്ച സ്റ്റാർലൈൻ എന്ന പേടകം, ഈ പേടകത്തിന്റെ സാങ്കേതിക തകരാറ് മൂലം ഏകദേശം 287 ദിവസം അവർക്ക് ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കേണ്ടി വന്നു. ഈ കാലം അത്രയും അവിടെ ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി വന്നപ്പോഴും കൂടുതൽ ഗവേഷണത്തിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടിയും ദൗത്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുമൊക്കെ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏറ്റവും പോസിറ്റീവായി അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിനൊക്കെ ശേഷം ഇപ്പോൾ അവർ മടങ്ങിയെത്തുകയാണ്. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഫ്ലോറിഡയിൽ കടലിൽ പതിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ക്രൂ9 പേടകം. ഈ ക്രൂ9 എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെ ഏറ്റവും വിശ്വസ്തമായ പേടകങ്ങളിൽ ഒന്നാണ്. അതായത് ഇവരെ തിരികെ എത്തിക്കാൻ സ്പേസ് എക്സിന്റെ സഹായത്തോടു കൂടിയാണ് തിരികെ എത്തിക്കുന്നത്. ഇത് സ്പേസ് എക്സിന്റെ ഒരുപാട് മിഷനുകളിൽ ഒപ്പം നിന്ന പേടകമാണ്. വളരെ ഏറ്റവും വിശ്വസ്തമായ പേടകങ്ങളിൽ ഒന്നിലാണ് ഈ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഒക്കെ തിരികെ എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന നടപടി ഹാച്ച് ക്ലോഷറാണ്. അതായത് ഈ ബഹിരാകാശ നിലയത്തിനെയും ഇവരുടെ പേടകത്തിനെയും ബന്ധിപ്പിക്കുന്ന ആ കവാടം അടയ്ക്കുന്നതിന്റെ ബന്ധിപ്പിക്കുന്ന കവാടം ഏർപ്പെടുത്തി അത് അടയ്ക്കുന്നതിന്റെ ഒരു ഘട്ടമാണ് ഹാച്ചിങ് ക്ലോഷർ. അത് കഴിഞ്ഞ ശേഷം ഈ അൺഡോക്കിംഗ് ഉണ്ടാകും. അൺഡോക്കിംഗ് 10:30 മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം നാളെ പുലർച്ചെ 3:30 ഈ പേടകം കടലിൽ പതിക്കും. കടലിൽ നിന്നും ഈ പേടകം തിരിച്ചെടുത്ത ശേഷം ഈ സുനിതയെയും ബുച്ച് വിൽമോറിനെയും ഒക്കെ അടങ്ങുന്ന സംഘത്തെ 4 പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 4 പേരെയും തിരികെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മോദി.